മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ കുറേ കാലമായി ആക്ഷേപിക്കുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം മറ്റുള്ളവരോട് ചിരിക്കില്ല, ധിക്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുതുകത്ത് ചാപ്പ കുത്തിയിട്ടുണ്ട്. ഇത് സ്വമേധയാ വന്നതല്ല. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ കോൺഗ്രസ് മനസ്സുള്ള മാധ്യമപ്രവർത്തകർ സംഘടിതമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരമൊരു കുപ്രചരണം അഴിച്ചുവിടാൻ കഴിഞ്ഞത്. അതിൽ കുറേയേറെ പേർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഗൗരവക്കാരനായാൽ അയാളെ അഹങ്കാരിയാക്കും, ധിക്കാരിയാക്കും. കാര്യം, നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ പാടില്ല. നമ്മളൊരു കാപട്യമായിരിക്കണം. ഞാൻ എന്താണോ അതല്ല കാണിക്കേണ്ടത്, ഞാൻ കൃത്രിമമാവണം. എന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കാത്തൊരു വ്യക്തിത്വവും സ്വന്തം സ്വഭാവവും നിലപാടും എന്താണെന്ന് എവിടെയും ഏത് വേദിയിലും തൻ്റെ വികാരത്തിനനുസരിച്ച് തന്നെ പ്രകടമാക്കുന്ന ശൈലിയാണ് പിണറായി വിജയനുള്ളത്. പിന്നെ തനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് ചാപ്പകുത്തപ്പെട്ടതിനെക്കുറിച്ച് പിണറായി വിജയൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതൊന്നും വലിയ ചർച്ചയല്ല. അതൊക്കെ ചർച്ചയാക്കിയാലോ ജനം കേട്ടാലോ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ സത്യം നാട്ടുകാർ അറിഞ്ഞു പോകും. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, അതായത് 4 വർഷങ്ങൾക്ക് മുന്നേ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അന്ന് MLA ആയിരുന്ന VD സതീശൻ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു എപ്പിസോഡ് സഭാ TV-യിൽ സംപ്രേഷണം ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഈ ചോദ്യം സതീശൻ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതിന് പിണറായി ഒരു നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ജനം കേട്ടിരിക്കണം. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങയെക്കുറിച്ച് വളരെ കാർക്കശ്യം നിറഞ്ഞ, പറ്റുമെങ്കിൽ ചിരിക്കാതിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആണ് കേരള സമൂഹം പൊതുവെ കാണുന്നത്. ഒരു വളരെ കാർക്കശ്യക്കാരനായിട്ടാണ് അങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഒരു സ്വഭാവം രൂപപ്പെട്ടെടുക്കുന്നതിൽ അങ്ങയുടെ ബാല്യവും കൗമാരവും അത് സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് സാധാരണ നിലക്കുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ. പക്ഷേ ഒരു ചിത്രം ഈ രീതിയിൽ വരച്ച് കാട്ടാനൊരു ശ്രമം നടന്നിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ളതാണത്. അപ്പോൾ പൊതുരംഗത്ത് കുറേ കാലമായി ഞാനും ഉണ്ടല്ലോ. പക്ഷെ അന്നൊന്നും ഒരു മുഖ്യധാരാ രംഗത്തേക്ക് അല്ല, ഒതുങ്ങി നടക്കുന്ന ഒരു സംഘടനാ പ്രവർത്തനം. അതെ, ഒരു ഒതുങ്ങി നടക്കുന്ന ഒരു പ്രകൃതമാണ്. MLA ആയിരിക്കുമ്പോഴായാലും അതിനുശേഷമായാലും അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ ആയതോടുകൂടി അതിനൊരു മാറ്റം വന്നു. അപ്പോൾ മാധ്യമങ്ങളുമായി പലപ്പോഴും ഇടപഴകേണ്ടി വന്നു. അപ്പോൾ ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നത് വളരെ പരുഷമായി സംസാരിക്കേണ്ട ചില കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട ഘട്ടത്തിൽ ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റേത്. അത് മറച്ചു വെച്ച് അപ്പോഴും ഒരു ചിരിച്ചിരിച്ച് പറയുന്ന ഒരു രീതിയല്ല. അപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടി ഈ ഒരു രംഗത്തിന് മാറ്റം വന്നു. ആ ഒരു സീൻ വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ ആ ഒരു പരുക്കൻ സ്വഭാവം എടുത്തു കാണിക്കുന്ന നില വന്നു തുടർച്ചയായിട്ട്. അപ്പോൾ ചിരിക്കാത്തയാളായി, എപ്പോഴും കർക്കശക്കാരനായി, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് തുടങ്ങിയത് തന്നെ ചിരിച്ചുകൊണ്ടാണ്. നിങ്ങളും ചിരിച്ചു, ഞാനും ചിരിച്ചു. കാരണം ചിരി എന്നതിൽ നിന്ന് സാധാരണഗതിയിൽ ആർക്കും വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ എന്നെ അറിയാവുന്നവർക്ക് ഒരു ചിരിക്കാത്ത ആളാണ് ഞാനെന്ന് പറയാൻ കഴിയില്ല. ചിത്രീകരണം അങ്ങനെയാണ് ഉണ്ടായത്. ഇതാണ് അതിൻ്റെ യഥാർത്ഥ പൊരുൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് മാധ്യമങ്ങളെ കാണുന്നില്ല എന്നായിരുന്നല്ലോ. ഇപ്പോൾ മാധ്യമങ്ങളെ എല്ലാ ദിവസവും കൂടുതൽ കാണുന്നു എന്നായല്ലോ ഒരു പരാതി. എന്തിനാണ് അങ്ങനെ കാണുന്നത്? അതൊരു ബാധ്യതയുടെ ഭാഗമായിട്ട് വരുന്നതാണല്ലോ. വിശദീകരണം കഴിഞ്ഞതിന് ശേഷമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടല്ലോ. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും വരുമ്പോൾ ചോദിക്കുന്നവരും ചിരിക്കുന്നുണ്ട്, ഞാനും ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ചില ഘട്ടത്തിൽ ആ പരിപാടി തന്നെ അവസാനിക്കുന്നത് എല്ലാവരും ചിരിച്ചുകൊണ്ടാണ്. ഇതൊക്കെ പൊതുസമൂഹം കാണുകയാണ്. എന്നാലും
ഈ ചിത്രം തന്നെ ആണ് പൊതുവായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇതാണ് അതിൽ കാണാൻ കഴിയുക. ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ തന്നെ ആദ്യത്തെ ചോദ്യമായിട്ട് ഇത് വന്നില്ലേ? സാധാരണ എപ്പോഴും അവസാനമാണല്ലോ ഈ ചോദ്യം വരിക, പക്ഷേ ആദ്യം തന്നെ ഈ ചോദ്യം വരികയാണ്. അങ്ങനെ ഒരു ചിത്രീകരണം വന്നിട്ടുണ്ട്. എന്നാലും ചിരിയിലൊരു പിശുക്കുണ്ട്. ഈ ചിരിയിലെ പിശുക്ക് എങ്ങനെ? ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ 100 ചിത്രങ്ങൾ 100 ഫോട്ടോഗ്രാഫർമാരെടുത്തത് ഇങ്ങനെ നോക്കിയാൽ പോലും ചിരിക്കുന്ന ചിത്രങ്ങൾ വളരെ അപൂർവമായിരിക്കും. അതൊരു പ്രകൃതത്തിൻ്റെ രീതിയാണ്. അത് ആ ചിരി എന്ന് പറഞ്ഞാൽ ചിലർ ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് കാണുക, ചിലർ അങ്ങനെയല്ല. ഈ രണ്ടാമത്തെ കൂട്ടത്തിലാണ് ഞാൻ. ആവശ്യത്തിന് ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിരിക്കേണ്ട ഘട്ടത്തിൽ ചിരിക്കാതിരിക്കുന്നില്ല, എന്നാൽ എപ്പോഴും ചിരിക്കുന്ന ഒരു പ്രകൃതം എനിക്കില്ല. അതാണ് അതിൻ്റെ ഒരു വശം. ചില ആൾക്കാരെ നമുക്കറിയാമല്ലോ, എപ്പോഴും ചിരിച്ചുകൊണ്ടേ അവരുണ്ടാവും. ആ ഒരു രീതി എനിക്കില്ല. പിന്നെ അതിൽ എൻ്റെതായ പ്രത്യേകതകളും ഈ വളർന്നു വന്ന രീതിയും എല്ലാം ഒരു ഘടകമായിട്ടുണ്ടാവും. കേട്ടല്ലോ, ദൃശ്യമാധ്യമങ്ങൾക്കുള്ളിലെ സംഘപരിവാർ കോൺഗ്രസ് മനസ്സുകളുടെ സൃഷ്ടിയാണ് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് മേളിൽ ഇങ്ങനെ ഒരു പേര് ചാർത്തിക്കൊടുത്തത്. അവർ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ നിരന്തരം ഇത്തരം ആഖ്യാനങ്ങൾ സൃഷ്ടിക്കും. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ അഹങ്കാരവും ധിക്കാരത്തോടും കൂടി പെരുമാറുന്നത് VD സതീശനാണെന്നും K സുധാകരനാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ അതൊന്നും ധിക്കാരമല്ല, ധാർഷ്ട്യമല്ല, പ്രത്യേകിച്ച് സതീശൻ്റേത്. അദ്ദേഹം ഒരു സവർണ മേനോൻ കുടുംബത്തിൽ ജനിക്കുകയും ഒപ്പം സംഘപരിവാറുമായി നല്ല അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ടാണ് സതീശൻ്റെ ആ ധിക്കാരവും ധാർഷ്ട്യവും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. പക്ഷേ പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾ വ്യാജ കഥകൾ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളിൽ ആ നുണപ്രചരണങ്ങൾ നടത്തിയവരോടുള്ള ഈർഷ്യ പ്രകടിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ തന്നെ സൃഷ്ടിച്ച കള്ളക്കഥ അതിനുശേഷം അതിനോട് പ്രതികരിച്ചാൽ ഒരു വ്യക്തിയെ എങ്ങനെയാണ് വേറൊരു ആംഗിളിലേക്ക് ചാപ്പ കുത്തുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രതികരണമാണ്. ഇതാകണം ഒരു യഥാർത്ഥ വ്യക്തി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഞാൻ എന്താണോ അത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരാളുടെ ക്വാളിറ്റിയാണ്. അല്ലാതെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സുഖിപ്പിച്ചും മറ്റുള്ളവരെ കളിപ്പിച്ചും ചിരിച്ചും സോപ്പിട്ടും തൊട്ടും തടവിയൊക്കെ പോകുന്നവരാണ് നല്ലവരെന്നും അത്തരക്കാരാണ് സൂപ്പർ എന്നൊക്കെ നമ്മുടെ നാട്ടിലെ സംഘപരിവാർ ബുദ്ധിയിൽ ഉദിച്ച് കോൺഗ്രസ്സുകാരിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ആ ആശയങ്ങൾക്ക് പിന്നിൽ സംഘടിതമായ ഒരു അജണ്ടയുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഈ വാചകം മാധ്യമങ്ങൾ കൂടുതൽ വാർത്തയാക്കാതെ ഒളിപ്പിക്കുന്നതും ആ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിൽ നിന്ന് നഷ്ടപ്പെടരുതെന്നുള്ള അവരുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെങ്കിലും ഒരു വ്യക്തിയെ ഇല്ലാത്തത് ഉണ്ട് എന്ന രീതിയിലൊക്കെ ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോൾ വസ്തുത എന്താണെന്ന് ജനം അറിഞ്ഞിരിക്കണം. അദ്ദേഹം VD സതീശനോടാണ് ഈ വാചകങ്ങൾ പറയുന്നത്, അല്ലാതെ ഒരു ഇടതുപക്ഷ MLA തുറന്ന ചോദ്യങ്ങൾക്ക് തുറന്ന മറുപടിയും ഒപ്പം ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും അല്ലാത്ത സമയത്ത് ഗൗരവതരമായി പെരുമാറുന്നത് ഒരു മോശം സ്വഭാവമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഒരു യഥാർത്ഥ പിണറായി വിജയൻ എന്താണെന്നും ആ മനുഷ്യൻ മാധ്യമ സൃഷ്ടികൾക്കപ്പുറം എങ്ങനെയുള്ള വ്യക്തിത്വമാണെന്ന് ആ വാക്കുകൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട്.